പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അജ്ഞത നിമിത്തം അവകാശിയെ തിരിച്ചറിയാൻ പറ്റാതെ നാശത്തിലേക്ക് നിബന്ധിച്ചു പോയ തോട്ടക്കാരുടെ കഥ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അജ്ഞത നിമിത്തം അവകാശിയെ തിരിച്ചറിയാൻ പറ്റാതെ പോയ മനുഷ്യർ. അതുകൊണ്ട് തന്നെ അവരവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു, അവനെ കൊന്നുകളയുന്നു, അവനെ സ്വീകരിക്കാതിരിക്കുന്നു. അതിൻ്റെ പേരിൽ യജമാനൻ അവരോട് കോപം കാണിക്കുന്നു, അവരെ ഇല്ലാതാക്കി നാമാവശേഷമാക്കി കളയുന്നു എന്ന് പറയണേ. ഇങ്ങനെ തിരിച്ചറിവില്ലാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ, ഏറ്റവും വലിയ തെറ്റതാണ് അവകാശിയായവനെ, യഥാർത്ഥ ദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് ഒരു പരിശ്രമവും നടത്തുന്നില്ല എന്നുള്ളത്. അങ്ങനെയൊരു സമയത്ത് നമ്മുടെ മുൻപിൽ സഭ എടുത്തു തരുന്ന ഏറ്റവും നല്ല ഉദാഹരണമായ ഒരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ, ഇന്ന് ജൂൺ 1-ാം തീയതി രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. അഗാധ വിജ്ഞാനത്താലും സമുന്നത സുഹൃതങ്ങളാലും തിരുസഭയെ അലങ്കരിച്ചൊരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ എന്ന് ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു സമരിറ്റൻ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ വിജ്ഞാനം അന്വേഷിക്കുന്നതായിരുന്നു. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനത്തിന് വേണ്ടി സദാ തുടിച്ചുകൊണ്ടിരുന്നൊരു ഹൃദയം, അതിനുവേണ്ടി തത്വശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ. നിരന്തരം കാലങ്ങളോളം അദ്ദേഹം അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് തിരിച്ചറിയുന്നുണ്ട്, സ്രഷ്ടാവിനെക്കുറിച്ച് ഒന്നും ഗ്രഹിക്കാൻ കഴിയാത്തതിനാൽ, സ്രഷ്ടാവിനെക്കുറിച്ച് ഒന്നും ഗ്രഹിക്കാൻ ഇത് ഒന്നും നമ്മളെ അസ്വസ്ഥമാക്കില്ല എന്ന്. കർത്താവെ, അങ്ങിലെത്തിച്ചേരുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണെന്ന് പറയണത് അതേപടി വിശുദ്ധ ജസ്റ്റിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത് നമ്മൾ കാണും. എല്ലാറ്റിനും പിന്നാലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങളൊക്കെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വിജ്ഞാനം നിറഞ്ഞ പുസ്തകങ്ങളൊക്കെ, തത്വശാസ്ത്രം, ഇങ്ങനെ എല്ലാവരുടെയും പിന്നാലേക്ക് നടന്ന് അദ്ദേഹം പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഇങ്ങനെ ബാക്കി കിടക്കാണ്. ഇങ്ങനെ സ്രഷ്ടാവിനെ കുറിച്ചൊന്നും പറഞ്ഞു തരണില്ല. ബോബി അച്ഛനൊക്കെ ഒരു അഭിമുഖത്തിൽ പറയണത് പോലെ, ഇനിയൊരു ലൈഫ് ഒരു ഫാൻറ്റസിയിലെങ്കിലും ലൈഫിലൊരു തിരിച്ചു പോക്കുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലം സ്കൂളാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതിനച്ഛൻ സ്കൂളിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറയണതല്ല, വേറൊന്നും കൊണ്ടല്ല. സ്കൂളുകൾ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ആരാണെന്നത് ഒഴികെ. അതാണ് അച്ഛൻ പറയണേ. സ്കൂളുകളെ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ ആരാണെന്നത് ഒഴികെ. ഈ പുസ്തകങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വിജ്ഞാനങ്ങൾ, അറിവുകളൊക്കെ നമ്മളുടെ ഉള്ളിൽ നിറച്ചു തരും. പക്ഷേ സ്രഷ്ടാവ് ആരാണെന്നത് ഒഴികെ സൃഷ്ടിയെക്കുറിച്ചുള്ള സകലതും പഠിച്ചിട്ടും ഉള്ളിൽ ഇങ്ങനെ ഒരു വാക്വം നമ്മൾ കൊണ്ട് നടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണത്തെങ്കിൽ അച്ഛൻ പറയുന്നുണ്ട്, ഞാനൊരു കോളേജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നന്നായിട്ട് പഠിപ്പിച്ചിരുന്നപ്പോൾ കീറ്റ്സിനെയും ഷെല്ലിയെയും ഷേക്സ്പിയറിനെയും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അത്രയ്ക്ക് നന്നായിട്ട് ക്ലാസ് ഒരുങ്ങിയെടുക്കുന്നത് കൊണ്ടായിരിക്കും. നന്നായിട്ട് നോക്കിയിരിക്കും, നന്നായിട്ട് ശ്രദ്ധിക്കും, അതിനെക്കുറിച്ച് അവർ കമൻസ് പറയും, വളരെ ഭംഗിയായിരുന്നു എന്ന് പറയും, അതിൻ്റെ റിസൾട്ട്സൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഉള്ളിലൊരു വാക്കും ഉണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയിലോ തിരുനാളുകളിലോ വചനം പ്രഘോഷിക്കാനായിട്ടൊക്കെ പലയിടത്ത് പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, എൻ്റെ മുൻപിൽ ഇങ്ങനെ കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയുമായി വന്നിരിക്കുന്ന, ആഗ്രഹവുമായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിരന്തരം അധ്വാനിക്കുന്ന മനുഷ്യരവസാനം ഇങ്ങനെ ആശ്രയത്വത്തിനായി ഓടി വരുന്ന അൾത്താരയുടെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വചനം കൊണ്ട് മനുഷ്യരുടെ ജീവിതം മാറുന്നുണ്ടെന്ന്. മറ്റത് ജീവിതം മാറ്റുന്നില്ല, മാർക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. സ്രഷ്ടാവിനെ പറ്റി അറിയാനായിട്ട് പറ്റുന്നില്ലെന്നൊരൊറ്റ കാരണം കൊണ്ട് വിശുദ്ധ ജസ്റ്റിൻ പിന്നീട് തൻ്റെ എല്ലാ ഇങ്ങനെ റിസേർച്ചസും അവസാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഈശോയെ പറ്റി അറിയാനായിട്ട് ഒരു ദിവ്യൻ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രാർത്ഥനാപൂർവം അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. അത് കർത്താവ് തന്നെയാണല്ലോ. വചനം മാംസമായവനെ തിരിച്ചറിയുന്നതോടുകൂടെ പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ അടിമുടി മാറുന്നുണ്ട്, മൊത്തത്തിൽ മാറുന്നുണ്ട്. കർത്താവിൻ്റെ വചനം 1-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു.
നമ്മളെ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ അവൻ്റെ ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിന് ഭക്തിക്കും ആവശ്യമായവയെല്ലാം നൽകിയിരിക്കുന്നു. അതാണ് പിന്നീട് വിശുദ്ധ ജസ്റ്റിൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ, ആ ഒരു അവകാശിയെ തിരിച്ചറിഞ്ഞ, സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞ ഒരാളുടെ ജീവിതത്തിന് അവിടുന്ന് എല്ലാം ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. പിന്നീട് അതിനുള്ള ജീവിതമായിരുന്നു. പക്ഷേ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില ജീവൻ തന്നെ. കാരണം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർക്കൊക്കെ സ്വാഭാവികമായിട്ടും നേരിടേണ്ടി വരുന്ന എതിർപ്പും അതിനു വേണ്ടിയിട്ടുള്ള പീഡനങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടെ. കർത്താവിനെ തിരിച്ചറിഞ്ഞവർ ഈ ലോകത്തിൻ്റെ പീഡനങ്ങളെ ഭയപ്പെടില്ലല്ലോ. ഇങ്ങനെ മറ്റുള്ള ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പലതിനും പിന്നാലെ ഓടി നടന്നിട്ടും അവസാനം സ്രഷ്ടാവിന് വേണ്ടിയിട്ടുള്ള ഉത്കടമായ ദാഹം കൊണ്ട് ക്രിസ്തുവിലേക്ക് എത്തിയ ഈ മഹാവിശുദ്ധൻ പിന്നീട് ക്രിസ്തുവിന് വേണ്ടി അതേ ജീവിതം ത്യജിക്കുന്ന കാഴ്ചയെ കാണും. കർത്താവെ, ഞങ്ങളെ അങ്ങേക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയെ അറിയാനുള്ള തീക്ഷ്ണത ഞങ്ങളുടെ ഉള്ളിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവയ്ക്ക് പിന്നാലെ പായുന്ന സമയങ്ങളെല്ലാം ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനും ഈശോയെ അറിയുന്നതിനുള്ള സമയങ്ങളാക്കാനും കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടത്തെ കുറിച്ചുള്ള അറിവിന് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ മുട്ടുകയായി. കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഈ ഒരു രാത്രി ഞങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ ബുദ്ധിയിൽ കൂട്ടിവെച്ചിരിക്കുന്നതെല്ലാം മാഞ്ഞു പോകട്ടെ. ക്രിസ്തു എന്നുള്ളൊരൊറ്റ വാക്ക്, ആ ഒരു നാമം മാത്രം ഞങ്ങളുടെ ബുദ്ധിയിൽ നിറയട്ടെ. പ്രകാശമായി അത് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. തമ്പുരാനെ, വെറും ആഗ്രഹമല്ല, ഇത് സ്വപ്നമാണ്. ഞങ്ങളുടെ നിലവിളിയോടുകൂടെയുള്ള പ്രാർത്ഥനയാണ്. നിറവേറ്റാൻ മനസ്സാകണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നിദ്രയിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.